ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, നമുക്കിന്ന് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാം. എവിടെ പോകാനാണെങ്കിലും സ്കിൻ കെയർ ഞാൻ ഒട്ടും മിസ് ചെയ്യാത്തൊരു സ്റ്റെപ്പാണ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് സിറം അപ്ലൈ ചെയ്യാം. ഓവറായിട്ട് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ തലയിൽ നിറച്ച് ഡാൻഡ്രഫ് കാരണം ഇപ്പം ഫേസിൽ പിമ്പിൾസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിപ്പം സാലിസിലിക് ആസിഡ് മസ്റ്റായിട്ട് രാവിലെ അപ്ലൈ ചെയ്യുന്നത്. സിറം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുക്കാറുണ്ട് ഡെയിലി. നമ്മൾ ഫേസിൽ സിറം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരുപാട് റബ്ബ് ചെയ്യാൻ പാടില്ല. പകരം ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ സിറം പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സെറമൊക്കെ യൂസ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു നല്ല മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഡോക്ടർ ഷെത്തിൻ്റെ ഹൽദി ഹൈലറോണിക് ആസിഡ് മോയ്സ്ചറൈസറാണ്. അത് കുറച്ചെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ഹൽദി ഹൈലറോണിക് ആസിഡ് മോയ്സ്ചറൈസറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഹൈലറോണിക് ആസിഡ് നമ്മുടെ ഫേസിന് നല്ല ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നന്നായിട്ട് തരും. അത് മാത്രമല്ല ഓയിലി ഫേസിന് നന്നായിട്ട് എഫക്റ്റീവായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് ഡോക്ടർ ഷെത്തിൻ്റെ. അടുത്തത് ഞാൻ ഉപയോഗിക്കുന്നത് അക്വാലോജിക്കയുടെ SPF 50+ ഡീറ്റാൻ സൺസ്ക്രീനാണ്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ വളരെ നല്ലൊരു സൺസ്ക്രീനാണ്. ഒട്ടും ഓയിലി ആയിട്ടിരിക്കത്തില്ല. ഒരു സീറോ വൈറ്റ് കാസ്റ്റാണ്. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ഇട്ടതായിട്ടേ ഫീൽ ചെയ്യത്തില്ല. നല്ലപോലെ സ്കിൻ അബ്സോർബ് ചെയ്യുകയും നന്നായിട്ട് സൺ പ്രൊട്ടക്ഷൻ തരികയും ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ്. സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഞാൻ അടുത്തതായിട്ട് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. സിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റ് വെച്ചിട്ടാണ് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ 2 ഐബ്രോസിലും നല്ല ഗ്യാപ്പുണ്ട്. അതേപോലെ ഒട്ടും കട്ടിയില്ലാത്ത ഒട്ടും രോമവളർച്ചയില്ലാത്ത ഐബ്രോ ആണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും എത്ര ലൈറ്റ് മേക്കപ്പ് ആണെങ്കിലും ഞാൻ ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. ഐബ്രോ പാലറ്റ് വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം നല്ലൊരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് കുറച്ച് ടെയിൽ വരച്ച് ചേർക്കാറുണ്ട്. പിന്നെ ആ ബ്രഷ് യൂസ് ചെയ്ത് തന്നെ നന്നായിട്ട് ഐബ്രോ ഒന്ന് സ്മൂത്തൻ ചെയ്ത് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് വയ്ക്കാറുണ്ട്. പിന്നെ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് ഒരു ഐ ഷാഡോ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാര്യം കുറച്ച് ഡാർക്ക് സർക്കിൾസിനെ അത് ഹൈഡ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, അത്യാവശ്യം നല്ല ഡാർക്ക് സർക്കിളുള്ള കണ്ണാണ് എൻ്റേത്. ഐ ഷാഡോ ഇട്ടിട്ട് ഒട്ടും മറക്കാതെ ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് മസ്കാര യൂസ് ചെയ്യുക എന്നുള്ളത്. കാര്യം തീരെ ഐലാഷസ് എനിക്കില്ല. ഐലാഷസ് കുറവുള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു മസ്കാരയാണിത്. മാഴ്സിൻ്റെ ഡബിൾ ട്രബിൾ എന്ന് പറയുന്ന മസ്കാര വളരെ നല്ലൊരു മസ്കാരയാണ്. ഞാനിപ്പോൾ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ സൂപ്പർബായിട്ടുള്ള കിടിലൻ മസ്കാരയാണ്. ഇട്ടിരുന്ന ലിപ് ബാമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഞാനിവിടെ ഡാസ്ലറിൻ്റെ DLC 042 എന്ന് പറയുന്ന ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് ഇന്ന് ഇടുന്നത്. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷനുള്ള ചുണ്ടായതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്ക് ഇടാതെ എനിക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ്. ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എന്തോ ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്ന പോലൊരു ഫീൽ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ലിപ്സ്റ്റിക്ക് ഇടാതെ ഞാനിപ്പോൾ എങ്ങും പുറത്തിറങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് ഞാൻ ജിമ്മിൽ പോകുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ തന്നെ ലിപ്പ് ലൈനർ യൂസ് ചെയ്യാറുണ്ട്. ഇന്ന് ഞാനതിടുന്നില്ല. ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് മുടി കെട്ടാം. മുടി കെട്ടാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ മുടി രണ്ടായിട്ട് സെൻറ്റർ പാർട്ടീഷൻ ചെയ്ത് രണ്ടായിട്ട് അകന്നെടുക്കുന്നുണ്ട്. മുടി അഴിച്ചിട്ടിട്ട് കിടന്നുറങ്ങുന്നതുകൊണ്ട് എൻ്റെ മുടിയിൽ എന്നും നന്നായിട്ട് കെട്ട് വീഴാറുണ്ട്. കെട്ടൊക്കെ എടുത്തതിന് ശേഷം ഞാനിവിടെ ഗുഡ് വൈബ്സിൻ്റെ കെരാറ്റിൻ സ്മൂത്ത് ഹെയർ സിറമാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 2 പമ്പ് വീതം 2 സൈഡിലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഹെയർ സിറമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുകയാണ്. അത് 2 സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മുടി ഒന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മുടി പെട്ടെന്ന് ഇളകി പോകുന്ന കാരണം നല്ല ടൈറ്റായിട്ട് 2 ബാൻഡ് യൂസ് ചെയ്ത് സെക്യൂറായിട്ട് മുടി ബ്രെയ്ഡ് ചെയ്യുകയാണ് ഞാൻ എന്നും ചെയ്യാറ്. ആദ്യം തന്നെ മുടി ചീകി നല്ലൊരു ചെറിയ പോണിറ്റെയിലായിട്ട് കെട്ടി ഒരു ലോ പോണിറ്റെയിലായിട്ട് കെട്ടിയതിന് ശേഷം ഞാൻ അതിൻ്റെ താഴേക്കാണ് ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കാറ്. അങ്ങനെ ബ്രെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇത് മുകളിൽ നിന്നും ഇളകത്തില്ല, താഴെ നിന്നും ഇളകാതെ നല്ല സെക്യൂറായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പം മുടി ഇരിക്കുന്നതാണ്. എൻ്റെ മുടിയെല്ലാം പല ലെങ്ത് ആയതുകൊണ്ട് മുടി ഓപ്പൺ ഹെയർ സ്റ്റൈലായിട്ട് എനിക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ മുടി മൊത്തം നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനെന്നും ഇങ്ങനെയാണ് മുടി കെട്ടുന്നത്. നമ്മൾ ജമ്പിങ് ജാക്സ് പോലുള്ള വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് മുടി ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും.
അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ബ്രെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് താഴെ ഒരു ഡിസ്കോ ബാൻഡ് ഇട്ട് സെക്യൂർ ചെയ്യാറുണ്ട്. എന്നിട്ട് കുറച്ച് ഉള്ളു തോന്നിക്കാൻ വേണ്ടി ഒന്ന് വലിച്ചൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ ജിമ്മിൽ പോകുമ്പോഴുള്ള ഹെയർ സ്റ്റൈൽ. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് മുടി ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. പിന്നെ ഞാൻ 2 സ്റ്റഡ് എടുക്കുന്നുണ്ട്. സെക്കൻഡ് സ്റ്റഡും നോർമലായിട്ടുള്ളത് ഇടാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച ഒരു സ്റ്റഡാണ്. വലിയ റേറ്റൊന്നുമില്ല, പക്ഷേ കാണാൻ നല്ല ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തിട്ട് മേടിച്ചൊരു സ്റ്റഡാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സ്റ്റഡൊക്കെ ഇട്ട് അങ്ങനെ എൻ്റെ ഫൈനൽ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ടാറ്റാ, ഞാൻ ജിമ്മിൽ പോയിട്ട് വരാം. ബൈ.